ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ DP കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇന്നലെ വരെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ 10 അധ്യായങ്ങൾ കവർ ചെയ്തു. അതിൽ ഒളിമ്പസ് ദർശനം എന്നുള്ള അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ ഇതിന്റെ സമാപനത്തിലേക്കുള്ള ഒരു 2 അധ്യായങ്ങൾ കൂടി ഉണ്ട്. അതില് അടുത്ത അധ്യായം നിർത്തും സുസ്ഥിര ജീവന സമൂഹം എന്നുള്ള എന്താണ് ഈ DP കോളജിക്കൽ ഫെലോഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ എങ്ങനെയാണ്: ബിൽഡിംഗ് എ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഇൻ ചേഞ്ചിങ് ടൈംസ് ഈസ് പോസിബിൾ ത്രൂ നേച്ചർ. മാറുന്ന സാഹചര്യങ്ങളിലെ സുസ്ഥിര ജീവന സമൂഹം. വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികളാണ് സമൂഹവും പരിസ്ഥിതിയും ലോകവും ഇന്ന് നേരിടുന്നത്. കൊറോണയ്ക്ക് ശേഷം സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥകളും ഒരു പുതിയ സാധാരണ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. നിയമങ്ങളും പരിസ്ഥിതിയും ആളുകളും മനോഭാവങ്ങളും കാർഷിക മേഖലയും വരെ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അജ്ഞാതമായ ഒരു ഭാവിയിലേക്ക് നീങ്ങുന്നു. ഈ സാഹചര്യത്തിൽ അതിജീവനത്തിനും വിഭവങ്ങൾ സുരക്ഷിതമാക്കാനും ജീവിതം നിലനിർത്താനും നമുക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധയും അറിവും പ്രായോഗിക പരിജ്ഞാനവുമുള്ള ഒരു സമൂഹം ആവശ്യമാണ്. സംഘർഷങ്ങൾ ഒഴിവാക്കാനായി പ്രകൃതിയുടെ നിയമങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പൊതുവിശ്വാസ സംഹിത ഈ സമൂഹം പിന്തുടരണം. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും സുസ്ഥിരമായ നിലനിൽപ്പിനും സഹായിക്കുന്ന പാരിസ്ഥിതിക സംവിധാനങ്ങൾ ഈ സമൂഹത്തിനുണ്ടായിരിക്കണം. അതിനായുള്ള അറിവും ദർശനവും പ്രയോഗവും ഒളിമ്പസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരം അറിവുള്ള ഒരു സുസ്ഥിര ജീവന സമൂഹമാണ് ആധുനിക കാലത്തെ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുക. ഇതാണ് നമ്മൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയുടെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്നത്. അത് മാറുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ കാലത്തും മാറുന്നുണ്ട്. പക്ഷെ കൊറോണ കാലത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ ഒക്കെ ചിന്താപദ്ധതികൾ, സാമൂഹ്യ മനസ്സിന്റെ ചിന്തകൾ എല്ലാം തന്നെ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനെ അവര് വിളിക്കുന്ന പേര്, ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ബോധപൂർവം ഈ മാറ്റത്തിൽ ഇടപെടുന്ന ആളുകൾ വിളിക്കുന്ന പേര് പുതിയ സാധാരണ നില എന്നുള്ളതാണ്. അത് ന്യൂ നോർമൽ എന്നാണ് പറയുക. അത് നോർമൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് പകരം കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്തുണ്ടായിരുന്ന നോർമാലിറ്റി അല്ല അത്ര ഇപ്പോഴത്തെ നോർമൽ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ചുറ്റുപാടുള്ള യുവാക്കളുടെ അല്ലെങ്കിൽ പലതരം ട്രെൻഡുകളുടെ പരിണാമം നമ്മൾ ശ്രദ്ധിച്ചാൽ, അതിന്റെ ഒരു പുതിയ വിതരണക്രമം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം വല്ലാതെ വഴി മാറിയിരിക്കുന്നു. ഈ വഴിമാറ്റം എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രകൃതിയിലെ എല്ലാ കാര്യത്തിനും മാറ്റങ്ങളുണ്ട്, അത് വഴിമാറ്റം ഉണ്ടാവും. ഈ വഴിമാറ്റം എന്ന് പറയുന്നത് സുസ്ഥിരയുടെ അടിസ്ഥാന സമവാക്യങ്ങളെ തെറ്റിച്ചുകൊണ്ടാകുന്ന സമയത്ത് നമുക്ക് ആശങ്കയുണ്ടാവും. അങ്ങനെയാണോ വേണ്ടത് എന്നുള്ള ആശങ്കയുണ്ടാവും. എല്ലാ കാലത്തും ഈ ആശങ്കയുണ്ട്. ഇപ്പൊ അതിന്റെ അളവ് അല്പം കൂടുതലാണ്. അതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു വികാസത്തിന്റെ ഒരു കാലത്ത് ആ വികാസത്തിന്റെ ഒരു ഗ്രാഫിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഗ്രാഫ് മുകളിലേക്കാണ് ഉയർന്നു പോവുക. ആ സമയത്ത് വിസ്ഫോടനാത്മകമായ മാറ്റങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ അതിന് ആ ബെൽഗ്രാഫിന് ഒരു പീക്ക് ഉണ്ട്. ആ പീക്കിലെത്തുന്ന സമയത്ത് കുത്തനെ താഴത്തേക്ക് വരും. ആ താഴത്തേക്ക് വരുന്ന സമയത്ത് അത്രയും കാലം മുകളിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആ വളർച്ചയുടെ സൂചിക പെട്ടെന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഘടകങ്ങൾക്ക്, അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾക്ക് ചിലപ്പോൾ അത് അതേപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ അന്ന് എങ്ങനെ മാറണമെന്നും എങ്ങനെ ഈ വിസ്ഫോടനാത്മക അവസ്ഥയിൽ നിന്നും മാറി ഏകീകൃതാവസ്ഥയിലേക്ക് മാറണമെങ്കിൽ എന്ത് ബോധ്യമാണ് വേണ്ടത്, എത്രത്തോളം ഉയർന്ന മാനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് ഇടത്താണ് ഒളിമ്പസ് പോലുള്ള ഒരു ദർശനത്തിന്റെ പ്രസക്തി. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ ഇവിടെ വർത്തമാനകാലത്ത് നോക്കിയാൽ നിയമങ്ങളും മാറുന്നുണ്ട്. ഒരുപാട് നിയമങ്ങൾ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ സ്വകാര്യതയെ ഇല്ലാതാക്കുന്ന രീതിയിൽ, എല്ലാം ചട്ടങ്ങളിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിയമത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിയമങ്ങൾ എന്ന് പറയുന്നത് നിയതമായ വഴിയിലൂടെ നീങ്ങുവാൻ വേണ്ടി ഉപരിവ്യവസ്ഥ നിഷ്കർഷിക്കുന്നതാണ്. ഉപരിവ്യവസ്ഥ എന്ന് പറയുന്നത് സഹവ്യവസ്ഥയല്ല. കൂടെയുള്ളവരല്ല നിയമം വെക്കുന്നത്. മുകളിലുള്ള സംവിധാനം, മുകളിലുള്ള ബോധം സ്വയമേവ ഒഴിവാക്കുന്നതാണ് നിയമം എന്ന് പറയുന്നത്. ആ നിയമത്തെ നമുക്ക് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് ജീവിച്ചു പോവുക എന്നുള്ളത് സഹജമായി ജീവിക്കുന്ന എല്ലാ ജീവികളിലും സംഭവിക്കുന്നതാണ്. അതിനു പകരം
സഹവ്യവസ്ഥകൾ, അതായത് എന്നെ പോലുള്ള മനുഷ്യരുണ്ടാക്കുന്ന വ്യവസ്ഥകൾ എന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം എന്നുള്ളതെല്ലാം തന്നെ വേലിക്കെട്ടുകളായിട്ട് മാറും. വേലിക്കെട്ടുകളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേലിക്കെട്ടുകൾ സുരക്ഷ തീർക്കുകയല്ല, സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്വയം നിർദ്ധാരണ ശേഷി സത്തയിൽ ഇല്ലാതാക്കും. ഇപ്പൊ എനിക്ക് ചുറ്റും ഒരു പുതിയ സുരക്ഷാ വലയം തീർക്കുകയാണെങ്കിൽ എന്റെ ശരീരം സഹജമായി നടക്കുന്ന പ്രതിരോധ ശേഷി അല്ലെങ്കിൽ സുരക്ഷിത വലയം, സ്വയം സംരക്ഷണ സംവിധാനം ഉണ്ടല്ലോ, ഈ സംവിധാനം പ്രവർത്തിക്കാതെയാവും, അത് മ്യൂട്ടാവും. അത്തരം ഒരു നിശ്ചലതയിൽ അത് തുടർന്നു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ശേഷി തന്നെ ഈ ജീവിവർഗത്തിൽ നിന്ന് ഇല്ലാതെയാണ്. അപ്പോൾ നിയമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സുരക്ഷിതത്വത്തിന്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ, സുരക്ഷിതത്വം ആരുടെ ആയിക്കോട്ടെ, നിയമം ഉണ്ടാക്കുന്നവരുടെ സുരക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിയമം അനുസരിക്കുന്നവരുടെ സുരക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൽ നിന്നും ലാഭം ഉണ്ടാക്കുന്നവരുടെ സുരക്ഷ ആയിക്കോട്ടെ, ആരുടെയാണെങ്കിൽ ആ സുരക്ഷാ സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത് പ്രകൃതി സഹജമായി ഉണ്ടാക്കിയ സുരക്ഷാ സംവിധാനം തകിടം മറിയും. അപ്പോ നിയമങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത് സഹജമായുള്ള ശേഷികളെ മറികടന്നുകൊണ്ടാകരുത്, സഹജശേഷികളെ ബോധ്യം വെച്ചുകൊണ്ടായിരിക്കണം. അവിടെയാണ് നിയമങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പരിസ്ഥിതി എന്നുള്ളതിനുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥാ മാറ്റം കൊണ്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ ആളുകളുടെ മനോഭാവം കൊണ്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ താൽക്കാലിക സന്ദർഭങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം. പക്ഷെ ഈ പരിസ്ഥിതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് സഹജമായ ഒരു ഗ്രാഫിലൂടെ, സഹജമായ ഒരു ക്രമത്തിലൂടെ, ഒരു ക്രോണോളജിയിലൂടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ അത് വിസ്ഫോടനാത്മകമാണ്, അതിന് അപകടമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോ പരിസ്ഥിതിയിലുള്ള ആ മാറ്റം സഹജമായി ഉണ്ടാകുന്ന മാറ്റത്തിന് പകരം ഒരു കൃത്രിമമായി ജിയോ എഞ്ചിനീയറിംഗും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായിട്ടുള്ള പാരിസ്ഥിതിക ചലനങ്ങൾ ഉണ്ടാക്കാൻ ആധുനിക സങ്കേതങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപയോഗിച്ച് നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ ആർക്കൊക്കെയോ കഴിയുന്നുണ്ട്. ആ കഴിവിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇവിടെ വിസ്ഫോടിച്ചു വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഇവിടെയുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പാകത്തിലുള്ള ഒരു ഭൗമ സംവിധാനം ഒരുക്കാൻ നമ്മുടെ ഭരണ സംവിധാനത്തിനും ഇവിടത്തുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിനൊക്കെ വളരെ ചുരുങ്ങിയ സമയം മതി. പക്ഷെ നമ്മളത് ചെയ്യില്ല. നമ്മൾ ചെയ്യാതെ ഇതിനെ കൂടുതൽ സങ്കീർണതയിലേക്ക് എത്തിക്കാനും കാർബൺ ഹരിതഗൃഹ വാതകങ്ങള് അതിന്റെ അളവ് കൂട്ടാനും ഇത് ന്യൂട്രലൈസ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇല്ലാതെയാക്കാനും ഒക്കെയുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബോധപൂർവമുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കേന്ദ്രീകരണം, ആ പ്രശ്നത്തിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, അത് ഒരു പാരിസ്ഥിതിക വംശീയത ഉപയോഗിച്ചുകൊണ്ട് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ചേരികളിലേക്ക് അല്ലെങ്കിൽ മൂന്നാംകിട രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള ഒരു ഭൗമ എഞ്ചിനീയറിംഗ് സംവിധാനം നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക രാഷ്ട്രീയ പ്രതിസന്ധികൾ വല്ലാതെ മാറുന്നുണ്ട്. കാരണം ആ ധാർമ്മികതയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പുതിയ യുദ്ധതന്ത്രം തന്നെ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ പരിസ്ഥിതി, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ യുദ്ധതന്ത്രം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. അല്ലാതെ വെടിപൊട്ടിച്ചിട്ടുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചല്ല ഇപ്പോ ഈ വാർലോഡ്സ് ആലോചിക്കുന്നത്. ഇതിനൊക്കെ അനുസരിച്ച് പുതിയ ട്രെൻഡുകൾ ഉണ്ടാവും, പുതിയ മനോഭാവങ്ങൾ ഉണ്ടാവും. മനുഷ്യരുടെ മനസ്സ് വല്ലാതെ മാറിക്കഴിഞ്ഞു. ലാഭം, ആദായം എന്നുള്ളൊരവസ്ഥയിലേക്ക് തന്നെ മാറി ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയും. അപ്പൊ എന്നോട് കഴിഞ്ഞൊരു ദിവസം ഒരു ട്രെയിനർ പറഞ്ഞതാണ്, ഞാൻ മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ വികാസത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും, അതിനുവേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അതായത് നമ്മുടെ വിസ്ഫോടകാത്മകമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരവസ്ഥ. ഇത് നമ്മൾ ഗെയിം കളിച്ച് ശീലിക്കുന്ന കുട്ടികളുടെ മനസ്സിലും ഇത് തന്നെയല്ലേ. വിജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്തിനേയും കൊല്ലാം, എന്തിനേയും തച്ച് തകർക്കാം, അതിനുവേണ്ടി എന്റെ ജീവിതം കളയാനും ഞാൻ തയ്യാറാണെന്നുള്ള ഒരു മനോഭാവം. അതാണോ ശരിക്കും സുസ്ഥിരമായ ഒരു നില, സുസ്ഥിരമായ ഒരു ജൈവ വ്യവസ്ഥയുടെ സംവിധാനം? അതല്ല. ഒരു ജീവിയുടെ ശരീരത്തെ, ഒരു കോശത്തിന്റെ സംവിധാനത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഓട്ടോ ഇമ്മ്യൂൺ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവുകളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ഇതിന്റെയൊക്കെ ഔട്ട്പുട്ടായിട്ട് നമ്മളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിലും വല്ലാതെ മാറ്റം ഉണ്ടാകുന്നു. കാർഷിക മേഖല അനുസരിച്ച് നമുക്ക് നേരിട്ട് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് വേണ്ടത് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാമൂഹിക പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം, അതുപോലെ തന്നെ പാരിസ്ഥിതിക പശ്ചാത്തലം, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ മനസ്സ് ലക്ഷ്യമാക്കുന്നത് ഈ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണെന്നാണ്. നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മൾ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ശ്രമിക്കുന്നു. അപ്പൊ ഈ വിധത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മൊത്തം മാറി മറിഞ്ഞിരിക്കുകയാണ്.
അപ്പൊ ഇതെല്ലാം കൂടി സത്യത്തിൽ എങ്ങോട്ടാണ് കൊണ്ടുവന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അജ്ഞാതമായ ഒരു ഭാവിയിലേക്ക് നമ്മളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അതിജീവനത്തിനും വിഭവങ്ങൾ സുരക്ഷിതമാക്കാനും ജീവിതം നിലനിർത്താനും നമുക്ക് ശ്രദ്ധ വേണം. നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ജീവനം വിഭവങ്ങൾ ആവശ്യമാണ്. അതിജീവനത്തിന് പറ്റുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരിക്കണം. ജീവിതം എന്നുള്ളത് ജീവൻ നിലനിർത്തണം, ജീവിതം നിലനിർത്തണം. ഇതിനു വേണ്ടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് ആ സാമൂഹ്യ പശ്ചാത്തലത്തിലെ സമൂഹം എന്നുള്ളത് ഉണ്ടാവണം. സമൂഹത്തിൽ എന്താ ഉണ്ടാവേണ്ടത്? ഈ വക കാര്യങ്ങൾ, അതിജീവനത്വം, സുരക്ഷ, ജീവിതം, അതുപോലെ തന്നെ ധർമ്മം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ശ്രദ്ധയുള്ള, അറിവുള്ള, പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു സമൂഹമാണ് ആവശ്യം. ഇത് നമ്മുടെ പഴയ ഗോത്ര സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ ഗോത്ര സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അറേബ്യൻ ഗോത്രങ്ങൾ എന്നുള്ള പേരിൽ ഇപ്പോഴും പല ഗോത്രങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള തമ്മിത്തലിനെ കുറിച്ചും കണ്ണും മൂക്കും ഇല്ലാത്ത കാട്ടുനീതിയെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞിങ്ങനെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയല്ല, ഇവിടെ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന നാടാണ്, ഗ്രഹമാണിത്. അപ്പോ സ്വാഭാവികമായിട്ടും അവരെല്ലാം തന്നെ നമ്മളിപ്പോ ഇവിടെ ഭാരതത്തിൽ പറയുന്നത് സനാതന ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് ഈ സനാതനത്വം? ഞാൻ ദേശീയതയെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ, ദേശീയതയെക്കുറിച്ചല്ല, ഹിന്ദുത്വത്തെക്കുറിച്ചല്ല. സനാതനത്വം എന്ന് പറഞ്ഞാൽ എന്നും മാറാത്ത നിയമങ്ങൾ. എന്നും മാറാത്ത നിയമങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമങ്ങളാണ്. ഈ പ്രകൃതിയുടെ നിയമങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും പാഗനിക് ആയിട്ടുള്ള സമൂഹങ്ങൾ, ഷാമനിക് സമൂഹങ്ങൾ, അതായത് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയുടെ സംസ്കാരത്തെ സ്വീകരിച്ചുകൊണ്ട് അത് അടിസ്ഥാന തത്വമായിട്ട് ജീവിക്കുന്ന സമൂഹങ്ങൾ, അത് പ്രാചീന സമൂഹങ്ങളെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നമ്മളതിന് പൊതുവെ ഇന്ത്യൻ എന്ന് വിളിക്കും. ഇന്ത്യൻ എന്ന് വെച്ചാൽ ഇന്ത്യക്കാര്, ഭാരതത്തിലുള്ളത് എന്നുള്ള അർത്ഥത്തിലല്ല, പ്രാചീനർ എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഇന്ത്യൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ നാട്ടിലെയും ഒറിജിൻ സമൂഹങ്ങളുണ്ടല്ലോ, ഇവർക്കെല്ലാം തന്നെ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള, അതായത് ജീവിതം സുരക്ഷിതമാക്കാൻ, വിഭവങ്ങൾ സുരക്ഷിതമാക്കാൻ, പാരസ്പര്യം സുരക്ഷിതമാക്കാൻ, ഇതെല്ലാം സുരക്ഷിതമാക്കാനുള്ള പ്രായോഗിക പരിജ്ഞാനം ഉണ്ടായിരുന്നു. അവരുടെ ഇൻഡിജീനിയസ് നോളജ് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഇൻഡിജീനിയസ് നോയിങ് ഉണ്ടായിരുന്നു. അതിന്റെ ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. അത് ഗോത്രങ്ങളിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമൂഹം ഇവിടെ ആവശ്യമാണ്. അപ്പൊ ആധുനിക വിദ്യാഭ്യാസത്തിന്റെയും ആധുനിക ഇൻഡസ്ട്രിയലൈസേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന സമൂഹങ്ങളിൽ ഈ സംഭവം നഷ്ടമായിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ വരുന്ന ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ സംഘർഷങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രകൃതിയുടെ നിയമങ്ങൾ അധിഷ്ഠിതമായ ഒരു പൊതുവിശ്വാസ വ്യവസ്ഥ ഈ സമൂഹം പിന്തുടരേണ്ടതുണ്ട്. നമ്മളത് കഴിഞ്ഞ പല പ്രാവശ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പൊതുവിശ്വാസ വ്യവസ്ഥയുടെ ആവശ്യമാണ്. അപ്പോ നമുക്കിവിടെയുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് പ്രായോഗിക പരിജ്ഞാനമുള്ള, പ്രകൃതിയുമായിട്ട് ചേർന്നുണ്ടെങ്കിൽ വിഭവങ്ങളെ സംരക്ഷിക്കാനും അതിജീവനത്തിനും പ്രാധാന്യം നൽകുന്ന, ജീവനും ധാർമ്മികതയ്ക്കും പ്രാധാന്യം നൽകുന്ന സമൂഹം ഉണ്ടാവണം. അതിന് പ്രായോഗിക പരിജ്ഞാനം ഉണ്ടാവണം, അറിവുണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം. അവർക്ക്, ഈ സമൂഹത്തിലെ ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൂടെ ഒരു പൊതുവിശ്വാസ സംഹിത ഉണ്ടാവണം. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും സുസ്ഥിരമായ നിലനിൽപ്പിനെ സഹായിക്കുന്ന പാരിസ്ഥിതിക സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം. അതായത് ഗ്രീൻ ടെക്നോളജീസ് ഉണ്ടാവണം. ഈ ഗ്രീൻ ടെക്നോളജീസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാ. എല്ലാ കാര്യങ്ങൾക്കും, കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും, ഗൃഹനിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, വസ്ത്രനിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ആർട്ടിസാൻ സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു അവസ്ഥ ഉണ്ടായിരുന്നതാണ്. നമ്മളതിനെ പ്രാചീനം എന്ന് വിളിച്ച് കളിയാക്കും. ആധുനികതയുടെ ഭാഗമായിട്ട് തീരുന്നില്ല എന്നുള്ളത്. ഈ ആധുനികതയുടെ ആൽഗരിതത്തെ നമ്മൾ മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ആധുനികത എന്നുള്ളത് നാശത്തിന്റെ ബാക്കിപത്രമാണ്, അല്ലെങ്കിൽ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. നമ്മളിപ്പോ ഒരു ചെറിയ മുട്ടുസൂചി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പിറകിൽ ഉണ്ടാവുന്ന പാരിസ്ഥിതിക ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രയും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു മുട്ടുസൂചിയെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ കാലിന്റെ അടിയിലുള്ള മണ്ണിന്റെ ഒലിച്ചുപോക്കാണ്, അല്ലെങ്കിൽ ആ ഉറപ്പാണ്. നമുക്കൊരു മണ്ണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ഇല്ലാത്ത രീതിയിലായി തീരുമ്പോൾ നമ്മൾ അവിടെ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ഒരു ശേഷി, ഇത് പ്രിസർവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ദർശനങ്ങൾ ആവശ്യമാണ്, പ്രയോഗങ്ങൾ ആവശ്യമാണ്. അത് ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഒളിമ്പസ് മാത്രമാണ് മുൻപോട്ട് വയ്ക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ഒളിമ്പസ് കാലത്തിന്റെ ആവശ്യകത ആയതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതേപോലെ ഈ കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോ പ്രദേശങ്ങളിലും, ഓരോ ഭൂഖണ്ഡത്തിലും, ഒരുപക്ഷെ ഒരു ഭൂഖണ്ഡത്തിൽ ഒന്നിലധികം, ഓരോ പ്രദേശത്തിനനുസരിച്ച് അതാത് പ്രദേശങ്ങളിലെ ഇത്തരം ദർശനങ്ങൾ, ഒളിമ്പസ് പോലെയുള്ള ദർശനങ്ങൾ
എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദർശനങ്ങൾ നമുക്ക് ഈ സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ആധുനിക കാലത്തെ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാൻ ഇത്തരം ദർശനങ്ങൾക്കും ഇത്തരം സുസ്ഥിര ജീവന സമൂഹങ്ങൾക്കും മാത്രമാണ് കഴിയുക എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ആ അവസ്ഥയിൽ സുസ്ഥിര ജീവന സമൂഹത്തെ കുറിച്ചുള്ള കുറച്ചുകൂടെ ബിംബങ്ങൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടാം. അപ്പോൾ മനസ്സിലാക്കുക, ഭാരത സാഹചര്യത്തിൽ സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായേ പറ്റൂ. അതിന് പാകത്തിൽ ഒരു ദർശനം ഉണ്ടായേ പറ്റൂ. നമ്മുടെ കയ്യിൽ ഭാഗ്യവശാൽ ഒരു ദർശനമുണ്ട്. നമ്മളൊരു സമൂഹ നിർമ്മിതിയിലാണ്. അതിന് ശ്രദ്ധയുണ്ട്, അറിവുണ്ട്, പ്രായോഗിക പരിജ്ഞാനമുണ്ട്. ഇനി ഇത് പ്രായോഗിക പരിജ്ഞാനം ഉണ്ടെങ്കിൽ പോലും ഇത് നടപ്പിലാക്കാൻ പാകത്തിലുള്ള ഒരു ഭൂമികയിലേക്ക് നമുക്ക് നീങ്ങി ചെല്ലേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് DP ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള ഈ ഒരു മൂവ്മെന്റ്, അതിനുവേണ്ടിയുള്ള ഈ ഒരു പ്രചാരണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിരിക്കാനും ഇതിന്റെ ദൗത്യം ഏറ്റെടുക്കാനും നിങ്ങളേവരും തയ്യാറാവുക. ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.